ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ കാണാൻ പോകുന്ന പാർട്സ് ഓഫ് സ്പീച്ചാണ്. അതായത് ശരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിലുള്ള ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടാവും. നാളെയോ മറ്റന്നാളോ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇടയ്ക്ക് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് വന്നതെന്ന് വെച്ചാൽ പലരും പല വീഡിയോനും കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ, വേർഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 8 ഗ്രൂപ്പ്സ് ആയിട്ട്. വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 8 ഗ്രൂപ്പ്സ്. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 8 ഗ്രൂപ്പ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൗണാണ്. ഇതൊക്കെ നിങ്ങൾ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ ചിലത് നമുക്ക് ഇതിലിപ്പോൾ പ്രപ്പോസിഷൻ, കൺജങ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അറിയില്ലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് തരാം, കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആകുമ്പോൾ നിങ്ങൾക്ക്, അതായത് അതിൽ നിന്ന് നിങ്ങൾ നൗൺ, പ്രൊനൗൺ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൗൺ, സെക്കൻഡ് അഡ്ജക്റ്റീവ്, തേർഡ് വൺ പ്രൊനൗൺ, ഫോർത്ത് വേർബ്, ഫിഫ്ത്ത് വൺ ആഡ്വേർബ്, സിക്സ്ത് പ്രപ്പോസിഷൻ, സെവൻത്ത് കൺജങ്ഷൻ, എയ്ത്ത് വൺ ഇൻ്റർജെക്ഷൻ. ഇത്രയാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 8 ഗ്രൂപ്പ്സ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. അപ്പോൾ നൗണിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. നൗൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. എന്താണ് നൗൺ എന്ന് പറഞ്ഞാൽ? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്, അതാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു തിങ് ആവാം. ഇതിൻ്റെയൊക്കെ ഏതിൻ്റെങ്കിലും പേരിനെ കുറിക്കുന്നത്, പേരിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നില്ലേ നാമം, പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നൗൺ. എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. എക്സാമ്പിൾ നോക്കാം. കൗ, പെൻ, രാജു, ഗീത. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സീത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. സീത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. വിച്ച് വൺ ഈസ് നൗൺ? ഏതാണ് അതിൽ നൗൺ എന്ന് പറയുന്നത്? സീതയാണ് നൗൺ. അതായത് പേര്, അല്ലേ? ആ കുട്ടിയുടെ പേരാണ് അവിടെ നൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നൗണിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്താണ് അത്? ആക്ച്വലി ഒരു നെയിം ആയിരിക്കും. പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, തിങ് ആവാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് പ്രൊനൗൺ ആണ്. എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ വേർഡ് ദാറ്റ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. എ വേർഡ് ദാറ്റ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ്. അതായത് നമ്മൾ എപ്പോഴും, ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, സീത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ അടുത്ത ലൈനിൽ നമ്മളൊരു സ്റ്റോറി പറയുകയാണെന്ന് വിചാരിക്കുക. സീത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, സീത ലവ്സ് ചോക്ലേറ്റ്സ്. അങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ നമ്മൾ വീണ്ടും സീത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഷീ ലവ്സ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. വീണ്ടും റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് നമ്മൾ ഒരാളുടെ പേര് ആദ്യം പറഞ്ഞു, അയാളെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് പ്രൊനൗൺസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ള ഞാൻ വേറെ ഇങ്ക് എടുക്കാം. ഐ, വി, യു, ഷീ, ഇറ്റ്, ദേ. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊനൗൺസ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മറക്കണ്ട. അതിന് വേണ്ടിയിട്ട് നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്തത് കൂടുതൽ മനസ്സിലാവാൻ മോർ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. അപ്പോൾ ഇത് 3 കാര്യങ്ങളും നമ്മൾ നൗണായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് നൗൺ, നെയിം എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് പ്രൊനൗൺ ആണ്, അത് നൗണിന് പകരം നിൽക്കുന്നത്. അടുത്ത് വരുന്നത് അഡ്ജക്റ്റീവ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈസ് എ നൗൺ. അതായത് നൗണിന് നാമവിശേഷണം നമ്മൾ പറയുന്നില്ലേ,
നാമത്തിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ പേരിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, സീത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, അതായത് ആ പേരിനെ നമ്മൾ, സീത എങ്ങനെയുള്ള കുട്ടിയാണ്, ആ കുട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഇവിടെ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലവർ എന്ന് പറയുന്ന നൗണിനെ നമ്മൾ റെഡ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾ, റെഡ് ഫ്ലവർ. അപ്പോൾ വിച്ച് വൺ ഈസ് ആഡ്ജക്റ്റീവ് ഹിയർ? റെഡാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ്? നൗൺ, വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ടൈപ്സ് അല്ലേ, ഫസ്റ്റ് 3 ടൈപ്സ് എന്ന് പറയുന്നത് ഇത്, സെക്കൻഡ് വൺ പ്രൊനൗൺ, തേർഡ് വൺ ആഡ്ജക്റ്റീവ്, ഫസ്റ്റ് വൺ എന്തായിരുന്നു? നൗൺ. ഇത് മൂന്നും നൗണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി മറക്കില്ലല്ലോ, അപ്പോൾ അതൊരു ഈസി വേ ആയിട്ട് ഓർമ്മിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം, വേർബ്. എന്താണ് വേർബ് എന്ന് പറഞ്ഞാൽ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേർബ് എന്താണെന്ന് നോക്കാം. ഡിനോട്ട്സ് ദ ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്. എന്താണ് വേർബ് എന്ന് പറയുന്നത്? ഡിനോട്ട്സ് ദ ആക്ഷൻ. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ട് ക്രിയ അല്ലെ, പ്രവൃത്തിയെ കുറിക്കുന്ന പദം അല്ലേ. അതേപോലെ ഡിനോട്ട്സ് ദ ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്. അതാണ് വേർബ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത്, ഒരാൾ എന്ത് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടില്ല, ഞാനിപ്പോൾ എഴുതാം. എക്സാമ്പിൾ എന്താണ്? റൺ, റൈറ്റ്, ഈറ്റ്, ലാഫ്. ഇതൊക്കെ വേർബ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർബിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ ഈസ് റണ്ണിങ് സോ ഫാസ്റ്റ്, ഷീ ഈസ് ഈറ്റിംഗ് ഹർ ഡിന്നർ. ഇതൊക്കെ പറയുമ്പോൾ കണ്ട, ഈറ്റ്, അതുപോലെ തന്നെ റൺ, അതൊക്കെ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്ന ടൈപ്പ്. അങ്ങനെയാണ് വേർബിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഡിനോട്ട്സ് ദ ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് വേർബുമായിട്ട് റിലേറ്റഡാണ്. ഇത്ര നേരം നമ്മൾ നേരത്തെ കണ്ടത് 3 നൗണായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേർബും ആഡ് വേർബും ആണ്. അപ്പോൾ അത് വലിയൊരു നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേർബ്, ആഡ് വേർബ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു വേർബ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ആഡ് വേർബ് എന്താണ്? അതിൻ്റെ പേര് പോലെ തന്നെ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വേർബ്. ഓക്കെ, നൗണിനെ മാത്രം ക്വാളിഫൈ ചെയ്യുന്നതല്ല. ഇനി എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു. പക്ഷേ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ അത് ആഡ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്വാളിഫൈസ് എ വേർബാണ്, വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളോട് പറയണ സ്റ്റഡി വെൽ അല്ലെങ്കിൽ റൺ ഫാസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷീ ഈസ് റണ്ണിങ് സോ ഫാസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റൺ എന്ന് പറയുന്നത് വേർബാണ്, ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആഡ് വേർബാണ്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആഡ് വേർബിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ എന്താണോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഡ് വേർബ് എന്ന് പറയുന്നത്. അത് സെൻറ്റൻസ് ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ 3 കാര്യങ്ങൾ: നൗണ്, പ്രൊനൗൺ, ആഡ്ജക്റ്റീവ്. പിന്നെ വരുന്നത് വേർബ്, ആഡ് വേർബ്. ഓർമ്മിക്കാൻ വളരെ ഈസിയാണ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പ്രൊപ്പോസിഷൻസ് ഞാനിപ്പോൾ അടുത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് പ്രൊപ്പോസിഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഒന്ന് കമ്മ്യൂണിറ്റി ടാബ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇടാം, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർഡ് യൂസ് ടു ലിങ്ക് നൗൺസ്, പ്രൊനൗൺസ് ഓർ ഫ്രേസസ് ടു അതർ വേർഡ്സ് വിത്തിൻ എ സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസിൽ നമ്മൾ നൗൺസിനെയും പ്രൊനൗൺസിനെയും ഫ്രേസസിനെയും അല്ലെങ്കിൽ മറ്റ് വേർഡ്സിനെയും ഒക്കെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
അപ്പോൾ അങ്ങനെ നമ്മൾ നൗൺസിനെയും പ്രൊനൗൺസിനെയും ഫ്രേസസിനെയും അങ്ങനെ സെൻറ്റൻസിലുള്ള എല്ലാ വേർഡ്സിനെയും ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ഇൻ, ടു, ഫോർ, ഫ്രം, ഓഫ്, അറ്റ്, വിത്ത്, ത്രൂ, അണ്ടർ. അങ്ങനെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ പ്രപ്പോസിഷൻ വെച്ച് നമ്മൾ എക്സാമ്പിൾ നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ക്യാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. ക്യാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. അണ്ടർ ആണ് അവിടെ പ്രപ്പോസിഷൻ. ഇനി അടുത്തത് നോക്കാം. കൺജങ്ഷൻ. എന്താണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ? എ വേർഡ് ദാറ്റ് ജോയിൻസ് സെൻറ്റൻസസ് ഓർ വേർഡ്സ്. ഇനി നമ്മൾ നേരത്തെ കണ്ട എന്താണ്, വേർഡ്സിനെ തമ്മിൽ, ഒരു സെൻറ്റൻസിലുള്ള വേർഡ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത്, പ്രപ്പോസിഷൻ യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ വേർഡ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ്, സെൻറ്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത്, കൺജങ്ഷൻ. നമുക്ക് നോക്കാം. ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്, ഇഫ്, ത്രൂ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ കൺജങ്ഷനിൽ പെടുന്നത്. അപ്പോൾ കൺജങ്ഷന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹീ ലുക്ക് സോ പ്രൗഡ് ബിക്കോസ് ഹീ വോൺ ദ കോമ്പറ്റീഷൻ. എന്താണ്, ഹീ ലുക്ക് സോ പ്രൗഡ് ബിക്കോസ് ഹീ വോൺ ദ കോമ്പറ്റീഷൻ. അപ്പോൾ അവിടെ എന്താണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്? അവിടെ ഹീ ലുക്ക് സോ പ്രൗഡും ഹീ വോൺ ദ കോമ്പറ്റീഷനും അങ്ങനെയുള്ള രണ്ട് സെൻറ്റൻസുകളെ തന്നെ നമ്മൾ എന്താണ്, ഒരു ബിക്കോസ് കൂട്ടിച്ചേർത്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, കൺജങ്ഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. അതായത് രണ്ട് സെൻറ്റൻസുകളെ കൂടിയിട്ട് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലുള്ള വേർഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്, ഇഫ്, ത്രൂ ഇതൊക്കെയാണ് നമ്മുടെ കൺജങ്ഷൻസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്തത് ഇൻ്റർജങ്ഷൻ. ഇൻ്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് വിച്ച് എക്സ്പ്രസ്സസ് സം സഡൻ ഫീലിംഗ് ഓർ ഇമോഷൻ. അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സുകൾ അല്ലെങ്കിൽ ഇമോഷൻസ്, അതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സഡൻ ഫീലിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ. എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇൻ്റർജെക്ഷൻ എന്നാണ് കേട്ടോ, JECTION എന്നാണ്. അപ്പോൾ അലാസ്, ഓ, ആ എന്നൊക്കെ പറയില്ലേ, ഹുറേ അതൊക്കെ പറയില്ലേ നമ്മൾ, അതിനൊക്കെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഔച്ച് എന്ന് പറയാറില്ലേ, അതൊക്കെ ഈ ഇൻ്റർജെക്ഷനിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഔച്ച്, ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് മീ. ഔച്ച്, ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് മീ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പെട്ടെന്നുള്ള സഡൻ ഫീലിങ്സിന് വേണ്ടി പറയുന്നതാണ് ഇൻ്റർജെക്ഷൻ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് ഞാനിവിടെ എക്സാമ്പിൾസ് എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അതെനിക്ക് ഷുവറായിരിക്കും, നിങ്ങൾക്കും ഷുവറാക്കാം. അപ്പോൾ ഞാൻ പറയട്ടെ. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഷീ തോട്ട് ഓഫ് എ വൈസ് പ്ലാൻ. ഷീ തോട്ട് ഓഫ് എ വൈസ് പ്ലാൻ. അപ്പോൾ എന്താണ് വരിക? തോട്ടിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് വേർബാണോ, ആഡ്വേർബാണോ, അഡ്ജക്റ്റീവ് ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്താണ് തോട്ട് എന്ന് പറയുന്നത്? തോട്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, പാസ്റ്റ് ഫോമാണ്, സിമ്പിൾ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് തിങ്ക് ആണ്. എന്താണ്, തിങ്കിൻ്റെ തിങ്ക് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷീ തോട്ട് ഓഫ് എ വൈസ് പ്ലാൻ. അത് ടെൻസിൻ്റെ ഫോം. വേർബ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിന് ടെൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതായത് പ്രസൻറ്റോ പാസ്റ്റോ ഫ്യൂച്ചറോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വേർബാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വേർബ്. ഓക്കെ, ഒന്നുകിൽ ടെൻസിൻ്റെ ഇതിൽ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, എന്താണ് അവർ ചെയ്യുന്നത്, എന്ത് വർക്കാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ തോട്ട് ഓഫ് എ വൈസ് പ്ലാൻ. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, വേർബ്. നെക്സ്റ്റ് വൺ നോക്കാം. വേർ ആർ യു ഗോയിങ്. അപ്പോൾ യുവിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. വേർ ആർ യു ഗോയിങ്. യുവിൻ്റെ അടിയിൽ എന്താണ് യു? വേർബാണോ, നൗൺ ആണോ, പ്രൊനൗൺ ആണോ? നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. യു എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് പകരം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ, വേർഡാണ്. അപ്പോൾ യു എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. ഓക്കെ, എന്താണ്?
യു എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇറ്റ് ഈസ് മൈ ഡോൾ. ഇറ്റ് ഈസ് മൈ ഡോൾ. അപ്പോൾ ഇറ്റിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇറ്റ് എന്ന് പറയുന്നത്? അതും പ്രൊനൗൺ തന്നെയാണ്, അറിയാലോ. ഇറ്റ് ഈസ് മൈ ഡോൾ എന്ന് പറഞ്ഞാൽ ഡോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രൊനൗൺ ആണ്. ഇനി അടുത്തത് നോക്കാം. ഡു ഇറ്റ് ക്വിക്ക്ലി. ഡു ഇറ്റ് ക്വിക്ക്ലി. അപ്പോൾ ഡു എന്ന് പറയുന്ന ഒരു വേർബിനെ നമ്മൾ വിശേഷിപ്പിച്ച് പറയുകയാണ് ക്വിക്ക്ലി എന്ന്. ആഡ്വേർബ് ആണോ, ആഡ്ജക്റ്റീവ് ആണോ, വേർബാണോ? വേർബിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് എന്താണ്? ആഡ്വേർബ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പിന്നെ വേറൊരു ട്രിക്ക് ഞാൻ പറയാം. മോസ്റ്റ് ഓഫ് ദ ആഡ്വേർബ്സ് വിൽ എൻഡ് ഇൻ LY. ഓക്കെ, LYയിലായിരിക്കും ആഡ്വേർബ്സ് അധികവും എൻഡ് ചെയ്യുന്നത്. ക്വിക്ക്ലി, LY. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡു ഇറ്റ് ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ നീ അത് വേഗം ചെയ്യുന്നുള്ള രീതിയിലല്ല, ഡു ഇറ്റ് ക്വിക്ക്ലി. അപ്പോൾ ചെയ്യുക എന്നുള്ള ഒരു സംഭവത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ക്വിക്ക്ലി എന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ വേർബിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അല്ലെങ്കിൽ LY വരുന്നതിന് അധികവും എന്താണ്, നമ്മൾ LY വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആഡ്വേർബ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് ടു ബൈ സം വെജിറ്റബിൾ. ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് ടു ബൈ സം വെജിറ്റബിൾസ്. അപ്പോൾ ടൂവിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ടു എന്ന് പറയുന്നത്? ടു എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ പ്രൊപ്പോസിഷൻസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ് ടു ബൈ സം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ വേർഡ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രൊപ്പോസിഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പോൾ മോർ എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലിങ്ക് തരും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ ക്വിക്കായിട്ട് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇനി. അപ്പോൾ നമുക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിരിക്കും. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇംഗ്ലീഷിന് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് ഇതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.